എനിക്കറിയാവുന്ന ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടില് 16ഉം 18ഉം വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളെ ഒരമ്മ രാത്രിയായാൽ അടുത്ത വീട്ടിൽ കൊണ്ട് ചെന്നാക്കും. എന്നിട്ട് പറയും, ഈ മക്കളെ ഇന്ന് രാത്രി ഒന്ന് ഇവിടെ നിർത്തട്ടെ, ഒന്ന് നിർത്താമോ? അപ്പൊ അവര് ചോദിക്കും, എന്താ നിങ്ങളുടെ വീട്ടിലെന്താ കുഴപ്പം? അത് അവർ പറയില്ല. മക്കളിവിടെ നിന്നോട്ടെ. അല്ല, നിങ്ങളുടെ വീട്ടിലെന്താ കുഴപ്പം? എത്ര ചോദിച്ചാലും അത് ഇവർ പറയില്ല. അടുത്ത ആഴ്ച വീണ്ടും കൊണ്ടുവരും. എന്നിട്ട് പറയും, ഈ മക്കളെ ഇന്നുകൂടി ഒന്ന് നിർത്താൻ പറ്റുമോ? നാളെ രാവിലെ ഞാൻ കൊണ്ടുപോയിക്കോളാം, ഒന്ന് രാത്രി ഇവിടെ നിന്നോട്ടെ. അപ്പൊ അവർ ചോദിക്കും, നിങ്ങളുടെ വീട്ടിലെന്താ കുഴപ്പം? ഈ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ടുവന്നാക്കണേ രാത്രിയാകുമ്പോ, നിങ്ങളുടെ വീട്ടിൽ എന്താ പ്രശ്നം എന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോ മനസ്സില്ലാ മനസ്സോടെ ആ അമ്മ പറയും, ഇന്ന് കുട്ടികളുടെ അച്ഛൻ വരുന്നുണ്ട്. ആ മനുഷ്യൻ വരുന്ന ദിവസമാണ് ഈ 2 മക്കളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കണേ. ആ മനുഷ്യൻ ആ വീട്ടിനകത്തുണ്ടാവുമ്പോൾ ഈ 2 മക്കളെ, ഈ പ്രായപൂർത്തിയായ 2 പെൺമക്കളെ അയാളെ മുന്നിൽ നിർത്തി കൊടുക്കാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറയുന്ന ഗതികെട്ട അമ്മമാര് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നേരെ വിരിട്ടല്ലേ, നേരെ അസ്തമിക്കല്ലേ എന്ന് പറയുന്ന പെൺകുട്ടികളുണ്ട്. എന്താണറിയോ? നേരെ അസ്തമിക്കുമ്പോഴാണ് സഹോദരൻ വരിക, കാക്ക വരിക, ജ്യേഷ്ഠൻ വരിക. ജ്യേഷ്ഠൻ, സഹോദരൻ ആ വീട്ടിനകത്തേക്ക് കയറി വരുമ്പോ അവിടെ മാനത്തോടെ നിൽക്കാൻ വയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന പെൺകുട്ടികൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നേരെ വരിട്ടല്ലേ, നേരെ അസ്തമിക്കല്ലേ, അതാ ജ്യേഷ്ഠൻ വരും, ജ്യേഷ്ഠനുള്ള വീട്ടില് നിൽക്കാൻ വയ്യ. പിന്നെ ആരുടെ മുന്നിലാണ് നമ്മുടെ പെൺമക്കൾക്ക് സുരക്ഷ കിട്ടേണ്ടത്? ഒരു പെൺകുട്ടിക്ക് സുരക്ഷ കിട്ടേണ്ട ആരുടെ മുന്നിലാ? ഭർത്താവിന്റെ മുന്നിലാണോ? സഹോദരന്റെ മുന്നിലാണോ? സ്വന്തം അച്ഛന്റെ മുന്നിലാണോ? വിനോദ് കോവൂരിനെ അറിയോ നിങ്ങൾ? അത് പറഞ്ഞ് നമുക്ക് അവസാനിക്കാം. വിനോദ് കോവൂരിനെ കേട്ടിട്ടുണ്ടാ? അത് പറഞ്ഞാൽ അറിയില്ല. വേറൊരു കാര്യം പറഞ്ഞാൽ അറിയും. MIT മൂസ കേട്ടിട്ടുണ്ടാ? ആ MIT മൂസക്കായുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. അതില് കോഴിക്കോട് ഒരു കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു കടൽപ്പാലമുണ്ട്. ആ കടൽപ്പാലത്തിന്റെ അങ്ങേ തലക്കിലേക്ക് പോയി കടലിലേക്ക് ചാടി മരിക്കാൻ നിൽക്കുന്ന ഒരു യുവതി. ഞാൻ അവിടെ കുറെ ഡ്യൂട്ടി എടുത്താണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ. കടലിലേക്ക് തള്ളി ഒരു പൊളിഞ്ഞ കടൽപ്പാലമുണ്ട്. അവിടെ ഒരു യുവതി മരിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി ഇങ്ങനെ ആ വക്കത്ത് നിൽക്കുക. അവിടെ ഒരു കടലക്കച്ചവടക്കാരനായിട്ട് ഒരു മുസ്ലിം കഥാപാത്രമായിട്ടാണ് വിനോദ് കോവൂർ അവിടെ വരുന്നത്. അപ്പോൾ ഈ കുട്ടി മരിക്കാനാണെന്നുള്ള മൂപ്പർക്ക് മനസ്സിലായി. അപ്പോൾ അത് മരിക്കാൻ വിടാനും പറ്റില്ലല്ലോ. അപ്പോൾ തമാശയിൽ വന്നിട്ട് ഇങ്ങനെ മൂപ്പർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ, അല്ല മോളെ ഹജ്ജ് മരിക്കാൻ വന്നിക്കുക? അത് ശരി, മടുത്ത? നേരത്തെ കാലത്തെ ബിസ് എടുത്താണ് പോവാണോ? മടുത്ത? എന്നാ ബാ ഇങ്ങോട്ട് വാ, ഇജൊന്ന് ചാട് കാണട്ടെ. ഇവിടെ ഒരുപാട് പേര് മരിച്ചു നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ചാടിയിട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. പക്ഷെ ആരും മരിക്കണേ നമ്മൾ കണ്ടിട്ടില്ല. ഒരാൾ മരിക്കണം നമുക്കൊന്ന് നേരിട്ട് കാണാലോ, ഒന്ന് കാണട്ടെ. അത് ചാടാൻ വേണ്ടിയിട്ടല്ല, മെല്ലെ തിരിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. പക്ഷെ ഈ കുട്ടി മനസ്സുമെടുത്തിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കുട്ടി രൂക്ഷമായിട്ട് നോക്കും. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയും, മോളെ ഇത് ആ മൂലക്കെന്ന് ചാടണ്ട, അങ്ങോട്ട് പോരെ, ഈ മൂലക്കെന്ന് ചാടിക്കോ. ആ മൂലക്കെന്ന് ചാടി എന്താ കുഴപ്പമെന്നറിയോ? ആ വെള്ളത്തിന്റെ അടിയിൽ ഒരു ഇരുമ്പിന്റെ കുറ്റി ഇങ്ങനെ കുത്തനെ നിൽക്കുന്നുണ്ട്. അത് അണക്കറിയില്ല, അത് വെള്ളത്തിന്റെ ഉള്ളിലാ. നമ്മളിവിടെ ജനിച്ചു വളർന്ന ആൾ, നമുക്കറിയാം. ഇത് ചാടിയ നേരെ എൻ്റെ തല പോയിട്ട് ആ കുറ്റിമ ഒറ്റ അടിയനടിക്കും. തല പിളർന്നാണ് പോകും. ഒറ്റ സെക്കൻഡ് കൊണ്ട് തല 2 പീസാവും. അല്ല, ഇത് മരിക്കാൻ വേണ്ടി ചാടുകയാണല്ലോ അല്ലേ? എനക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? പക്ഷെ അത് പോസ്റ്റ്മോർട്ടം ചെയ്യണ ദിവാകരൻ സാർ ഈ 2 തലയും വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ ഈ തമാശയും ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ആ കുട്ടി. വീണ്ടും രൂക്ഷമായിട്ട് നോക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയും, മോളെ എൻ്റെ കുട്ടി ഏതായാലും മരിക്കല്ലേ, ഈ മരിക്കണതിന് മുമ്പേ ഒരു പാക്കറ്റ് കടല മേടിച്ച് തിന്നോ, ഒരു 10 ഉറുപ്പ്യുള്ളൂ. കാക്കാക്ക് ഒരു 10 ഉറുപ്പ്യയുടെ ഉപകാരം ചെയ്തിട്ട് മരിച്ചോ. ഞാൻ ആകെ 2 പാക്കറ്റാ ഇന്ന് വിറ്റത്, കച്ചവടം വളരെ മോശം, അതുകൊണ്ട് എൻ്റെ വക ഒരു 10 ഉറുപ്പ്യയുടെ ഉപകാരം ചെയ്യ്, റാഹത്തായിട്ട് മരിച്ചോ, ഏതായാലും മരിക്കല്ലേ, എന്നാ 10 ഉറുപ്പ്യുള്ളൂ, എനിക്ക് വേണ്ട, ഈ കടല വേണ്ട. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ പറയും, മോളെ എൻ്റെ കുട്ടി ഏതായാലും മരിക്കല്ലേ, ഒരു പാക്കറ്റ് കടല വെച്ചോ, കാക്കാക്ക് പൈസ വേണ്ട. എൻ്റെ കുട്ടി മരിക്കുമ്പോൾ കാക്ക ഫ്രീ ആയിട്ട് തരാം. എൻ്റെ കുട്ടി മരിക്കുമ്പോൾ വെറും വയറുമായിട്ട് മരിക്കണ്ട, വയറിനകത്തൊന്നും ഇല്ലാതെ എൻ്റെ കുട്ടി മരിക്കണ്ട, എന്നാ വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ ആ യുവതിയുടെ, ആ കുട്ടിയുടെ മുഖം മാറി. ആ കുട്ടി തിരിഞ്ഞിട്ട് അയാളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളോട് ആരാ പറഞ്ഞേ? എന്റെ വയറിനകത്തൊന്നുമില്ല, ആരുമില്ല എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്കറിയോ എന്റെ വയറിനകത്തുണ്ട് ഒരു കൊച്ചു കുഞ്ഞുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മരിക്കാൻ വന്നേ, അതുകൊണ്ടാണ് എനിക്ക് മരിക്കേണ്ടി വന്നേ. അപ്പോഴും വീണ്ടും വിചാരമില്ലാതെ, നേരത്തെ ബഹുമാനപ്പെട്ട SI സാർ പറഞ്ഞ പോലെ മൊബൈൽ ഫോണിലൂടെ പല ചതിയിലും പെട്ട് അവസാന ആത്മഹത്യയിലേക്ക് എത്തുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അതേപോലെ ഒരു വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന പുതിയ തലമുറയോടുള്ള ഒരു ആക്ഷേപത്തോടെ അയാൾ ചിരിച്ചുകൊണ്ട് അപ്പോഴും ചോദിക്കും, അത് ശരി, വയറിനകത്തൊരു കൊച്ചു കുഞ്ഞുണ്ടല്ലേ, ഓ ആരാ ഉത്തരവാദി? പറ, കൂട്ടുകാരനാണോ, നാട്ടുകാരനാണോ, ആരാ? ജി പറ കുട്ടിയെ, ആരാണെങ്കിലും ജി പറ. അവൻ എത്ര വലിയാണെങ്കിലും പറ, അവൻ എത്ര വലിയവനാണെങ്കിലും അയാളെ കൊണ്ട് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കാം.
പടച്ചോൻ തന്ന ഈ വലിയ ജീവിതം വെറുതെ അവസാനിപ്പിക്കാനുള്ളതല്ല. ഞാനൊരു സാധാരണ കടല കച്ചവടക്കാരനാണ്. പക്ഷെ ഈ നാട്ടിലെ എല്ലാ നല്ല വ്യക്തികളുമായിട്ടും എനിക്ക് അടുത്ത ബന്ധമുണ്ട്. ആരെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും അയാളെ കൊണ്ട് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും, നീ പറ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി ഇവിടെ ഇരിക്കുന്ന പെൺമക്കളെ സങ്കടപ്പെടുത്താൻ വേണ്ടി അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ വീട്ടിലത്തെ കാര്യവും അല്ല പറയുന്നത്. ആ കുട്ടി പറയും, അയാളെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ നിങ്ങൾക്കാവില്ല കാക്ക, അയാളെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ നിങ്ങൾക്കാവില്ല. എൻ്റെ അച്ഛനെ കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കാനാവുമോ? അതുവരെയുള്ള തമാശയൊക്കെ അവിടെ പോയിട്ട് ആ മനുഷ്യൻ ഒരു വിളി വിളിച്ചിട്ടുണ്ട്, ഹൃദയം പൊട്ടുന്ന ഒരു വിളി. എൻ്റെ പടച്ചവനെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നേ? അയാൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ആ കടലയുടെ പാത്രം വലിച്ചെറിഞ്ഞിട്ട് അയാൾ പറയാണ്, മോളെ നീ പറഞ്ഞത് സത്യമാണോ? നിന്റെ അച്ഛനാണോ അതിന് ഉത്തരവാദി? അയാൾ പൊട്ടി പൊട്ടി കരയാണ്. അവസാനം ഒന്നൊരു നിമിഷം കഴിഞ്ഞ് അദ്ദേഹം പറയാണ്, മോളെ നീ മരിക്കരുത്, നീ ആത്മഹത്യ ചെയ്യരുത്. മരിക്കണമെങ്കിൽ നിനക്കും സാധിക്കും, എനിക്കും സാധിക്കും. മരിക്കണമെങ്കിൽ അത് ആണിനും സാധിക്കും, പെണ്ണിനും സാധിക്കും. ആത്മഹത്യ ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് ചെയ്യാം, കരയണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് കരയാം, അത് ആണിനും പെണ്ണിനും സാധിക്കും. പക്ഷേ പ്രസവിക്കണമെങ്കിൽ അതൊരു സ്ത്രീക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ആ കുഞ്ഞിനെ നീ പ്രസവിക്കണം. എന്നിട്ട് ആ മൃഗത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു കൊടുക്ക്. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാത്ത ആ പിശാചിന്റെ മുന്നിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു കൊടുക്ക് ആ കുഞ്ഞിനെ. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അയാൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞത് വെറും ഒരു ഡോക്യുമെന്ററി അല്ല. ഈ മഞ്ചേരി കോടതിയിൽ ഇപ്പൊ അടുത്ത കാലത്തുണ്ടായ ഒരു വിധി പ്രഖ്യാപനം, ഇതുപോലെ പീഡനത്തിനിരയായി ഗർഭിണിയാക്കപ്പെട്ട ഒരു യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോ ആ കേസ് കോടതി പരിഗണിച്ചു. ആ പ്രതിയെ കോടതി ശിക്ഷിച്ചു. ശിക്ഷിക്കപ്പെട്ട പ്രതി സ്വന്തം പിതാവായിരുന്നു. എങ്ങനെ എങ്ങനെ ഞാൻ എൻ്റെ സുബൈവാങ്ക് ആ ഒരു വീഡിയോ ഒരുപാട് ചിലപ്പോൾ ഇവിടുത്തെ കേട്ടിട്ടുണ്ടാവും. ആ പറഞ്ഞത് സുബൈവാങ്കിനെ കുറിച്ച് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ സുബൈവാങ്ക് കൊടുക്കുമ്പോഴേ നമ്മൾ എണീക്കുക എന്നൊരു വീഡിയോ ഞാൻ സാന്ദർഭികമായിട്ടൊരു പറഞ്ഞാണ്. വൈകുന്നേരം സന്ധ്യാദീപം വീട്ടിൽ കത്തിക്കണതേ, ഞങ്ങളുടെ വീട്ടിലൊക്കെ സന്ധ്യാദീപം കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഇതാണ്. സന്ധ്യാദീപം കത്തിച്ച് ദൈവത്തിന്റെ മുന്നിൽ, ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ആ സന്ധ്യാദീപം കത്തിക്കേണ്ട ഡ്യൂട്ടി എൻ്റെ മോൾക്കാണ്. അപ്പോൾ വൈകുന്നേരം ബാങ്ക്, എന്താ മഗ്‌രിബ് ബാങ്ക് അല്ലേ, മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ആ സന്ധ്യാദീപം നമ്മുടെ വീട്ടിൽ കത്തിക്കുക. അതങ്ങനെയാണ് അവിടുത്തെ ഒരു ചുറ്റുപാട്. അപ്പൊ ഈ ഇത് കത്തിക്കേണ്ട ഡ്യൂട്ടി എൻ്റെ മോൾക്കാ. പക്ഷെ സ്കൂൾ വിട്ട് വന്ന് കളിച്ച് നേരം വൈകി അവസാനം ബാങ്ക് വിളിച്ചിട്ടാണ് കുളിക്കാൻ പോവുക. അപ്പോൾ അവളുടെ അമ്മയുടെ അടുത്ത് നല്ല ചീത്ത വെക്കും. നിന്നോട് പറഞ്ഞിട്ടില്ലേ നേരത്തെ വന്ന് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കുളിച്ച് വൃത്തിയായി ആ വാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്ക് വിളക്ക് എത്തിക്കാൻ തയ്യാറാവണം എന്ന് പറയാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ 2 ദിവസമൊക്കെ അങ്ങനെയാവും. 3-ാമത്തെ ദിവസം പിന്നെ ആവർത്തിക്കും. അപ്പോൾ അവളുടെ അമ്മ നല്ല അടി കൊടുക്കും. നല്ല അടി കൊടുക്കും. അപ്പൊ ഈ അടി കൊടുക്കുമ്പോൾ അമ്മയുടെ അടുത്ത് അടി കിട്ടാൻ പേടിച്ച് അമ്മയെ വെട്ടിച്ച് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, ആ ബെഞ്ചിൽ കൂടെ ഇങ്ങോട്ട് ചാടി, ഇത് കൂടെ അങ്ങോട്ട് പോയി. അവസാനം ആ ഓട്ടം അവസാനിക്കുന്നത് എൻ്റെ മുന്നിലാണ്. എൻ്റെ അരയിൽ കെട്ടിന് പിടിക്കും. എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് ഒരു നോട്ടുണ്ട് ഇങ്ങനെ. ആ നോട്ടത്തിനൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ, അമ്മയൊന്ന് അടിച്ചേ കാണട്ടെ, അമ്മയൊന്ന് അടിക്ക് കാണട്ടെ. അവൾക്കറിയാം ഇനി അവളുടെ അമ്മ എന്നല്ല ഈ ലോകത്ത് ഒരാളും അവളെ തൊട്ടുപോകില്ല എന്ന് അവൾക്കറിയാം. കാരണം അവളുടെ അച്ഛന്റെ കാൽച്ചുവട്ടിലാണ് അവൾ നിൽക്കുന്നത്. മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പിതാവിന്റെ കാൽച്ചുവട്ടിലാവണം അഭയം. ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ആ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന എൻ്റെ മോളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണെങ്കിലോ, ഈ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എൻ്റെ മോളല്ല എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണെങ്കിലോ? ഞാനും അങ്ങനെ ആയേക്കാം. ലഹരിക്ക് അടിമപ്പെട്ടാൽ യാതൊരു സംശയമില്ല, ഈ പറയുന്ന ലഹരിക്കെതിരെ വാദോരാതെ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ച ഈ ഞാനും അങ്ങനെ ആയേക്കാം. എൻ്റെ മോളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മൃഗമായി മാറാൻ അധിക സമയം വേണ്ട. ആരും അങ്ങനെ ആയേക്കാം, നമ്മുടെ മക്കളും അങ്ങനെ ആയേക്കാം. ആ കോലത്തിലേക്ക് നമ്മുടെ മക്കൾ പോകരുത്. ജാഗ്രതയോടെ ഇരിക്കണം. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങളെ സഹോദരിമാര്, അനിയത്തിമാരൊക്കെ ഉള്ളവരാവല്ലേ സഹോദരിമാര്, ഈ കൊണ്ടോട്ടി അങ്ങാടിയിലൂടെ, വേങ്ങര അങ്ങാടിയിലൂടെ, അത് പഠിക്കാൻ പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ ഏതെങ്കിലും മോശമായിട്ട്, ഏതെങ്കിലും അലവലാദികൾ, ഞാൻ അങ്ങനെ തന്നെ പറയും, പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരെ ഏറ്റവും ലളിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ, ക്ഷമിക്കണം ഞാൻ അങ്ങനെ പറഞ്ഞു തെറ്റുണ്ടെങ്കിൽ. ഏതെങ്കിലും മോശപ്പെട്ട ആൾക്കാർ ആ പെൺകുട്ടികളോട് മോശമായിട്ട് എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ, അവരെ നോക്കിയാൽ അവരെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ചിത്രമുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ഏട്ടൻ, എൻ്റെ കാക്ക
ഞാൻ അവനോടൊരു വാക്ക് പറഞ്ഞുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പൊടി കാണൂല. അവരുടെ ബലമാണ്, അവരുടെ ശക്തിയുമാണ്, അവരെ എല്ലാമാണ് നിങ്ങൾ സഹോദരങ്ങൾ. അതാണ് അവർക്ക് ബലം കൊടുക്കും, അവരുടെ മനസ്സിന് ബലം കൊടുക്കുന്ന ശക്തിയാണ് നിങ്ങൾ, ഈ സഹോദരങ്ങൾ. ആ നിങ്ങളെ പേടിച്ച് നിങ്ങളെ സഹോദരിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട ഒരവസ്ഥ വരികയാണെങ്കിലോ, അതാണ് ലഹരി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇനി ഒരു 2 മണിക്കൂർ പറയാനുള്ളത് ഇനി ഞാൻ ബാക്കി കിടക്കുകയാണ്, അതിലേക്ക് ഞാൻ പോണില്ല. കൊച്ചു കുട്ടികളായിട്ട് വന്ന അമ്മമാരുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു 4 മിനിറ്റ് മാത്രം കേട്ടോ, 4 മിനിറ്റ്. ഞാനൊരു അധ്യാപകനല്ല. എന്നെ അദ്ദേഹം എന്നെ ഒരു 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, നമ്മുടെ ഫായിസ്. ഞാൻ ഓർത്തു, ദൈവമേ, ഇങ്ങനെ ഇത്രയും ഒരു വലിയ സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ട് ഒരു പ്രോഗ്രാം നടത്തി വിളിക്കാൻ ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തത്. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, എത്ര ഇനിയിപ്പോൾ ഒരു 10,000 ആളിവിടെ ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു പേടിയില്ല, ഞാൻ അവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കും. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ മദ്യപിച്ചിട്ടില്ല, ഒരു സിഗരറ്റ് പോലും എൻ്റെ ചുണ്ടിൽ ഞാൻ വെച്ചിട്ടില്ല, ഒരു ലഹരിയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് എൻ്റെ മേന്മ പറയാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ 100% കടപ്പാടും എനിക്ക് ഈ ലോകത്ത് ഒരാളോടാണ്. അത് ആ 32 കിലോ തൂക്കം മാത്രമുള്ള, കൈ മുഴുവൻ ചുക്കിച്ചുളിഞ്ഞ, ഈ കൈയും ശരീരവും ഉള്ള, ആ ക്യാൻസർ ബാധിച്ച ആ ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ. ആ 100% കടപ്പാടും എനിക്ക് എൻ്റെ അമ്മയോടാണ്. എൻ്റെ അമ്മയെ ഞാൻ അനുസരിക്കുന്നു, ഇപ്പോഴും അനുസരിച്ചു കൊണ്ടിരിക്കുന്നു. ആ അമ്മയെ അനുസരിക്കുന്ന ഒരു കുഞ്ഞും ഒരു ലഹരിയിലേക്കും പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വളർന്നു വരുന്ന കാലത്തിലൊക്കെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സിലേക്ക് പകർന്നു തന്നിട്ടുണ്ട് ഇതിൻ്റെ ദോഷങ്ങൾ. എത്തല്ല മദ്യപാന സദസ്സിൽ ഗ്ലാസ് എടുത്തിൻ്റെ ചുണ്ട് വരെ ഞാൻ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് എൻ്റെ അമ്മയുടെ മുഖം എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. അതാണ് അമ്മ. അത് അമ്മയെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഒരു ആഗ്രഹമാണ് പറയുന്നത് കേട്ടോ. ഒരമ്മമാരും സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം, മരണം എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ട് അല്ലേ. മണ്ണിൽ നിന്ന് വന്നവൻ മണ്ണിലേക്ക് മടങ്ങണം, അത് ഒരു അനിവാര്യതയാണ്. എനിക്കും ഉണ്ടാവും മരണം. മരിക്കുമ്പോഴും എൻ്റെ അമ്മയുടെ മടിയിൽ കിടന്ന് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹമാണ്. അതാണ് റഫീഖ് അഹമ്മദ് സാറ്. റഫീഖ് അഹമ്മദ് കേട്ടിട്ടുണ്ടോ? ഒരു കവിയാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, ഒരു സിനിമയിൽ എഴുതിയ കവിത. ആ പാട്ട് ഒരു പക്ഷേ ഞാൻ ഓർക്കും, എൻ്റെ മനസ്സ് അതുപോലെ എഴുതിയതാണെന്ന്. മരണം എത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ, ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ, ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ, ഒരു സ്വരം പോലും ഇനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ. മരണമെത്തുന്ന നേരത്ത് അരികിൽ ഇത്തിരി നേരം ഇരിക്കണം. ആര്? അതൊരു ചോദ്യ, പലർക്കും പലരും ആവട്ടോ. പക്ഷെ എനിക്കതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, അമ്മ. നമ്മുടെ കൈ ഇങ്ങനെ ചുട്ടു നീറുമ്പോഴും എന്ത് വേദന ഉണ്ടാകുമ്പോഴും അമ്മയുടെ ശരീരത്തിൽ ഒന്ന് തൊട്ടാ മതി, എല്ലാ വേദനയും എവിടെയാ പോണെന്ന് അറിയില്ല. അവസാനം ശ്വാസം എടുക്കുമ്പോ ആ ശ്വാസത്തിൽ നിറയെ അമ്മയുടെ ഗന്ധം വേണം. മക്കൾക്ക് മാത്രം തിരിച്ചറിയുന്ന ഒരു മണമുണ്ട് അമ്മയ്ക്ക്. ഞാൻ ഫിലിപ്പ് മമ്പാട് സാറിന്റെ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, മക്കൾക്ക് മാത്രം തിരിച്ചറിയുന്ന ഒരു മണമുണ്ട് ഓരോ അമ്മയ്ക്കും. എൻ്റെ അമ്മ, എൻ്റെ ഉമ്മ ഇവിടെ എവിടെയുണ്ടല്ലോ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മണം. അവസാനത്തെ ശ്വാസത്തിൽ അമ്മയുടെ ഗന്ധം വേണം. അവസാനം കണ്ണടയ്ക്കുമ്പോൾ ആ കണ്ണ് നിറയെ അമ്മ നിറഞ്ഞിരിക്കണം. അവസാനം കേൾക്കുന്ന സ്വരം അമ്മയുടേതാവണം. ഒരുപാട് ഉറക്കിയിട്ടുണ്ട് അമ്മ.